മമ്മൂട്ടി ഒരാളെ സഹായിക്കുന്നുണ്ടെങ്കിൽ ആ മമ്മൂട്ടി അയാളുടെ നിലനിൽപ്പും മമ്മൂട്ടിയുടെ വാല്യൂവും സ്റ്റാർഡവും എല്ലാം നോക്കിയിട്ട് മമ്മൂക്ക എന്തായാലും ഈ പരിപാടിക്ക് ഇറങ്ങുള്ളൂ. അതെല്ലാം നോക്കിയിട്ടും മമ്മൂട്ടി ദിലീപിനെ സഹായിക്കാനായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദിലീപിനെ സഹായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലപ്പോൾ എന്തൊക്കെയോ സത്യസന്ധത അല്ലെങ്കിൽ അതിലെന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. എത്ര നാളാണ് ഒരു മനുഷ്യനായിട്ട് വേട്ടയാടാൻ പറ്റുക അല്ലേ? ഓരോ ഫെമിനാസികളുടെ അല്ലെ ഫെമിനിസ്റ്റുകളുടെ ചിന്താഗതികൾ കാരണം എത്രയെത്ര ആണുങ്ങളുടെ ജീവിതങ്ങളാണ് ഓരോ പെൺകുട്ടികളുടെ കാൽ ചുവട്ടിൽ അടിച്ചമർത്തപ്പെട്ട് തീർന്നു പോയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ദിലീപിന്റെ വിഷയത്തിലും വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഫെമിനാസിയോ ഫെമിനിസ്റ്റോ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ ഒരു യുവനടിയുടെ അല്ലെങ്കിൽ ആ ഒരു നടിയുടെ ആ ഒരു പ്രശ്നത്തിന്റെ പേരിൽ, അല്ല അങ്ങനെ ഉണ്ടായ ഒരു കാര്യത്തിന്റെ പേരിൽ ദിലീപിനെ പ്രതിപട്ടികയിലേക്ക് ചേർത്ത് നിർത്തുന്നത് ആരാണ്? ദിലീപിന്റെ ഫോൺ കോൾസും ദിലീപിന്റെ സുഹൃത്ത് ബന്ധങ്ങളും ഒക്കെ തന്നെയാണ് അതിന്റെ വഴികാട്ടിയായിട്ട് മുന്നിൽ നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. പൾസർ സുനി ചെയ്തൊരു കാര്യം അതിലെങ്ങനെയാണ് ദിലീപിന്റെ പങ്ക് വന്നത്? എന്താണ് ദിലീപിന് അതിൽ പങ്ക്? ഇപ്പോൾ ആദ്യം ഒന്നാം പ്രതി ദിലീപായിരുന്നു. ദിലീപ് കൊടുത്ത കൊട്ടേഷന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന പെൺകുട്ടിയെ പീഡിപ്പിച്ചതെന്നും അല്ലെങ്കിൽ അവരെ കാറിൽ